ദേ ഈ വീടൊന്ന് നോക്കിയേ. സ്ക്വയർ ഫീറ്റ് 1850 രൂപയ്ക്ക് ഇന്റീരിയർ ഉൾപ്പെടെ നിർമ്മിച്ച വീടാണ്. എല്ലാ മെറ്റീരിയൽസിനും വില കൂടി നിൽക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ സാധിക്കുമോ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ സാധിക്കും. ഈ ഏരിയയിൽ തന്നെ 94-ൽ പരം വീടുകൾ ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇമ്മാനുവൽ ബിൽഡേഴ്സ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, എനിക്ക് ഒരു വലിയ ബിൽഡേഴ്സാണ് വെക്കുന്നത്, പക്ഷേ അവർ ഈ ഒരു റേറ്റിന് എനിക്ക് ചെയ്തു തരും, നീ എന്തായാലും വീട് വന്നൊന്ന് കണ്ടു നോക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ വന്നത്, കണ്ടു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഏകദേശം 100-നോട് അടുക്കുന്നു. ഇവിടെ ഈ ഏരിയ പല ഏരിയകളും അവർ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ട് നല്ല നല്ല വീടുകൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ഭംഗിയുള്ള വീട് നിങ്ങൾക്കൂടെ എനിക്ക് കാണിച്ചു തരണമെന്ന് തോന്നി. ഈ 1850-ൻ്റെ പാക്കേജിൽ വരുമ്പോൾ വീടിൻ്റെ ഫൗണ്ടേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിലാണ്. അപ്പോൾ ആ ഒരു രീതിക്കാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. ഇവർക്ക് പാറകട്ടം എന്ന് പറഞ്ഞൊരു ഓപ്ഷനേ ഇല്ല. പിന്നെ പാറപ്പൊടി ഉപയോഗിക്കുന്നില്ല, എംസാൻഡാണ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. ഇമ്മാനുവൽ ബിൽഡേഴ്സിൻ്റെ 1450 സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു വീടാണ് കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ട് ഡോറൊക്കെ നല്ല മഞ്ഞൾ പോലെ ഇരിക്കുന്നുണ്ടോ. നല്ല പ്ലാവിൻ്റെ സെൻറ്റർ കാതലായ ഭാഗം കൊണ്ടുണ്ടാക്കിയ കട്ടളയും അതുപോലെ തന്നെ കതകുമാണ്. ഒരു വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് എപ്പോഴും പറയുന്നത് ഒരു പ്ലാവിൻ്റെ കട്ടളയും കതകുമാണ്. അത് നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. കയറി വന്നപ്പോൾ ഞാൻ ഞെട്ടിയത് ഈ ഇന്റീരിയർ കണ്ടിട്ടാണ്. 1850 രൂപയ്ക്ക് ഇന്റീരിയർ ഉൾപ്പെടെ ഏതെങ്കിലും ബിൽഡേഴ്സ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇമ്മാനുവൽ ബിൽഡേഴ്സ് അത് ചെയ്തു കൊടുക്കും, ജിപ്സം വർക്ക് ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നത് മാത്രമല്ല, അത് 1 വർഷം വരെയുള്ള മെയിൻ്റനൻസ് വരെ അവർ ഫ്രീ ആയിട്ട് വന്ന് ചെയ്തു തരും. ഇവിടെ വരുമ്പോൾ തന്നെ ഈ ഒരു ചെറിയ സ്പേസിൽ തന്നെ നമ്മുടെ ടിവിയുടെ സ്പേസ് ഇവിടെ ഇന്റീരിയർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടൈലിങ്ങിന്റെ മോഡൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പ്രൊഫൈലിംഗ് ആണ്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കയറി വരുമ്പോൾ തന്നെ അതിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. താഴത്തെ നിലയിലെ ആദ്യത്തെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. ഇതും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നല്ല ക്വാളിറ്റിയോട് കൂടി അവർ ചെയ്തിട്ടുണ്ട്. നല്ല മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്ന ഈ ഇന്റീരിയർ ഇതിലും വരുന്നുണ്ട്. എല്ലായിടത്തും ഇന്റീരിയർ ഉൾപ്പെടെയാണ് അവർ ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും ഇന്റീരിയറോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതേ ഫിനിഷിങ്ങിലുള്ള നല്ല റോയൽ ലുക്കിലുള്ള സാധനങ്ങളാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാക്കേജിൽ തന്നെയാണ് 1850 രൂപ പാക്കേജിൽ തന്നെയാണ് ഈ ഭംഗിയുള്ള കബോർഡൊക്കെ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ഡൈനിങ് സ്പേസ് ആണ്, നല്ല ഒതുങ്ങിയ രീതിക്കുള്ള ഡൈനിങ് സ്പേസും അതുപോലെ തന്നെ വാഷ് ബേസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റിംഗ് മിററുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് റോയൽ ലുക്കിൽ തന്നെയാണ് ഒരു കണ്ടെത്തുന്നൊരു പ്രീമിയം സ്റ്റൈലാണെന്ന് തോന്നുന്നു. ആ ഒരു രീതിക്ക് തന്നെയാണ് ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചനാണ്, ഫുഡൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ചിമ്മിനി ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പാക്കേജിൽ വരുന്ന സംഭവങ്ങളാണ്. എല്ലാ സ്പേസിലും നല്ല നമ്മുടെ സാധനങ്ങൾ എത്രത്തോളം ഉണ്ടോ അത്ര സ്റ്റോറേജ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്പേസ് അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ടും ഭംഗിയായിട്ടും വളരെ ക്വാളിറ്റിയോടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അടുപ്പ് വെക്കാനുള്ള ഒരു പുകയില്ലാത്ത അടുപ്പ് ഇവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ബർണർ വരുന്ന ഒരു അടുപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ഒരു ചെറിയ സിങ്കും ആ ഒരു ചെറിയ സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീടാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയി നോക്കാം. ആ കയറുമ്പോൾ തന്നെ ആ സ്റ്റെയറും അതിൻ്റെ ഹാൻഡ് റെയിലും എല്ലാം നല്ല ഭംഗിയായിട്ട് വുഡനിൽ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ്സും ഒക്കെ ഇട്ടിട്ട് സ്റ്റെപ്പിൻ്റെ സ്റ്റൈലൊക്കെ നോക്കി പീസ് വർക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 1850 രൂപയ്ക്കാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ നല്ല മോശമല്ലാത്ത രീതിയിലുള്ള ഇൻറ്റീരിയറാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വന്നിട്ട് ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് കോർസൈഡേയും ക്ലോസറ്റ് ജോൺസൻ്റെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫിനിഷോട് കൂടിയ ഒരു ബാത്റൂമാണ്. നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസിൽ ചെയ്തിട്ടുണ്ട്. വലിയൊരു ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ബെഡ്റൂമിനും ഈ അറ്റാച്ച്ഡ് ബാത്റൂം പറഞ്ഞാൽ ഏകദേശം ഇത്രയും സൈസിലുണ്ട്. ൊക്കെ വരുന്ന എല്ലീസിൻ്റെ ആണ് കേട്ടോ. എല്ലീസിൻ്റെയും അതുപോലെ തന്നെ വയറുകളൊക്കെ വരുന്ന RRും അതുപോലെ V-ഗാർഡിൻ്റെ വയറുകളാണ്. ക്വാളിറ്റിയുള്ള വയറുകൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവർ വയറിങ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നം നിങ്ങൾക്ക് ഒരു 25 വർഷത്തിന് അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ പെയിൻറ്റിങ് ആയാലും നല്ല ക്വാളിറ്റിയോട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മാനുവൽ ബിൽഡേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 വർഷത്തിനകത്ത് എന്ത് മെയിൻ്റനൻസ് വന്നാലും അവരുടെ സ്വന്തം റിസ്കിൽ അവർ ചെയ്തു തരും. അപ്പം എല്ലാ ബിൽഡേഴ്സും വീട് വെച്ച് താക്കോല് കൊടുത്തു കഴിഞ്ഞാൽ അതിലേ അങ്ങ് പോകും. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഇവർ ഈ പറയുന്ന ബിൽഡിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷം അവർ കറക്റ്റായിട്ട് ഈ മെയിൻ്റനൻസ് അവർ എന്ത് വന്നാലും അവർ ചെയ്ത് കൊടുക്കും. ഈ ഗാർവിംഗ് ടൈൽ എന്ന് പറയുമ്പം ഇത് തുടയ്ക്കും തോറും ഇതിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഈ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ മൊത്തം ഇമ്മാനുവൽ ബിൽഡേഴ്സിൻ്റെ ബിൽഡിങ്ങുകളാണ് മൊത്തം കാണുന്നത് കേട്ടോ. അവർ കൺസ്ട്രക്ഷൻ ചെയ്തതാണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ നാളെ പാലുകാച്ചാണ്. അപ്പം ഈ വീട് എത്രത്തോളം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു? വീടൊന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനലായപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളേറെ നല്ല രീതിക്കാണ് വർക്ക് ഫിനിഷിങ് ആയിട്ടുള്ളത്. സന്തോഷമാണ് എനിക്ക്. ഇമ്മാനുവൽ ബിൽഡേഴ്സിലോട്ട് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? വേറെ വർക്കുകളൊക്കെ അവിടെ കണ്ടായിരുന്നു? അതെ, ഇമ്മാനുവൽ ബിൽഡേഴ്സിലോട്ട് എത്തിച്ചേരാൻ കാരണം വർക്ക് ഞാൻ 2-3 പേർക്ക് വേറെ 2-3 എൻജിനീയേഴ്സിനെ വിളിച്ച് പ്ലാനൊക്കെ വരച്ചുവെങ്കിലും
എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. ഇതിൽ ഞാൻ ഇവരിൽ കണ്ട ഏറ്റവും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, വർക്ക് കഴിഞ്ഞാലും നമ്മൾ പാല് കാച്ചൊക്കെ എന്തെങ്കിലും മെയിൻ്റനൻസ് വരുമ്പോൾ കൃത്യമായിട്ട് ഇവർ ചെയ്തു കൊടുക്കാറുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. പിന്നെ അന്വേഷിച്ചപ്പോഴും അത്യാവശ്യം തെറ്റില്ലാത്ത അഭിപ്രായമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇത് നിർമ്മാണത്തിന് കൊടുത്തതിന് ശേഷം മനസ്സിലായത് ക്ലയൻറ്റിനോടുള്ള അവരുടെ ബിഹേവിങ് വളരെ നല്ലതാണ്. മാത്രമല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കൊണ്ട് തന്നെയാണ് ഇവർ നിർമ്മാണം ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും എനിക്ക് സന്തോഷകരം. മാത്രമല്ല നമുക്ക് നല്ല രീതിക്ക് എനിക്ക് സന്തോഷമാണ്. ഉദ്ദേശിച്ച രീതിക്കുള്ള ഒരു ഭവനം ഉദ്ദേശിച്ചതിനേക്കാൾ ഏറെ നല്ല രീതിക്കാണ്. അതുകൊണ്ടാണ് ഞാനൊന്ന് ഈ വീടൊന്ന് കാണാൻ വേണ്ടി വന്നത്, എത്രത്തോളം ഭംഗിയായി എന്നറിയാൻ വേണ്ടി. നാളെ പാലുകാച്ചാണ്, അതിന് മുന്നേ തിരക്കിൻ്റെ ഇടയിൽ ഒന്ന് വന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഉൾപ്പെടെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം 6 സെൻറ്റിലാണ് ഈ വീട് ഇരിക്കുന്നത് മൊത്തത്തിൽ. അപ്പോൾ ഇതിൽ ഏകദേശം 1.5 ഏക്കറിലാണ് അടുത്ത പ്രോജക്റ്റുകളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ കാഞ്ഞിരംകുളത്തിനടുത്തുള്ള സ്ഥലമാണ് പരണിയം. പരണിയം എന്ന് പറയുന്ന സ്ഥലത്ത് ഇമ്മാനുവൽ ബിൽഡേഴ്സിൻ്റെ ഏകദേശം 100ഓളം പ്രോജക്റ്റുകൾ പൂർത്തിയായി. 94 പ്രോജക്റ്റോളം പാലുകാച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് പ്രോജക്റ്റ് കൂടെ ഒരാഴ്ചക്കകത്ത് പാലുകാച്ചൊക്കെ വരും. അപ്പോൾ ഈ പറയുന്ന പ്രോജക്റ്റുകളെല്ലാം പൂർത്തിയായി. 100ഓളം പ്രോജക്റ്റ് ഇവിടെ തന്നെ ആയിട്ടുണ്ട്. കാരണം അവരുടെ ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ ഈ പറയുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിക്ക് സാധാരണക്കാരന് വീട് വയ്ക്കാൻ കഴിയും. ഇവരുടെ ബഡ്ജറ്റിൽ, ഈ പറയുന്ന സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ ഇവരെ കൊണ്ട് സാധിക്കും. ഇന്റീരിയലൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു വീടിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞ ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരും ഞെട്ടിപ്പോൾ ആ ഒരു രീതിക്കാണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഞെട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിൽ അവർ ഇൻറ്റീരിയറോടെ ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ വർക്ക് ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നാളെ പാലുകാച്ചാണ്, അതിൻ്റെ പേരിലാണ് ഞാൻ ഇന്നൊന്ന് കാണാൻ വന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ചതിൻ്റെ പേരിലാണ് വന്നത്. വീടൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാമെന്ന് പറഞ്ഞു. വർക്ക് ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ലാൻഡ്സ്കേപ്പിങ് പാലുകാച്ച് കഴിഞ്ഞേ ഇടത്തുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാർ വന്ന് അത് ചവിട്ടിക്കഴിഞ്ഞാൽ അത് മോശമാണ്. അതുകൊണ്ടാണ് അന്നേരം ഇടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എഗ്രിമെൻറ്റ് തരുമ്പോൾ തന്നെ അവരെ എല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കും. കാരണം ഏത് ബ്രാൻഡ് സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ്, എന്തൊക്കെ ഉപയോഗിച്ചിട്ട്, ഏതൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്, എല്ലാം അതിൽ മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ ഇതിൻ്റെ സിമെൻറ്റൊക്കെ ഉപയോഗിക്കുന്ന റാംകോ അല്ലെങ്കിൽ ഡാൽമിയാണ്. സിമെൻറ്റൊക്കെ നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് ചൂസ് ചെയ്യുക. ഇത് രണ്ടിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ ഇമ്മാനുവൽ ബിൽഡേഴ്സിൻ്റെ ഓഫീസ് വരുന്നത് പുതിയതുറയിലാണ്. ഇവരുടെ സർവീസ് തിരുവനന്തപുരത്ത് മാത്രമല്ല കൊല്ലം ജില്ലയിലും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇമ്മാനുവൽ ബിൽഡേഴ്സിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് നമുക്ക് പരിചയപ്പെടാം.